ഹായ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ. ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഇട്ടിട്ടില്ല. ഇങ്ങനെ കുറച്ചൊക്കെ ഇട്ടുള്ളത്. ഇതിപ്പോൾ ഇത്തിരി ജാസ്തിയായിട്ട് ഞാൻ ഇടുന്നത് മാത്രം കേട്ടോ. അപ്പോൾ നല്ല ചാള കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചാളക്കറി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എൻ്റെ കറിയാണ്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി കേട്ടോ. ഇതിൽ വേറെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടാലും ഞാൻ ഉണ്ടാക്കണ പോലെ തന്നെ എനിക്ക് വരുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കത്തി കൊണ്ട് നന്നാക്കണത് കാണിച്ചത് കേട്ടോ. പിന്നെ കത്രിക കൊണ്ട് നന്നാക്കണതാണ് കാണിച്ചത്. അപ്പോൾ 2 തരം ഞാൻ നന്നാക്കാറുണ്ട്. എന്നൊന്ന് മീൻ മുറിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ കത്തി കൊണ്ട് നന്നാക്കുമ്പോൾ എനിക്ക് അത്ര കണ്ട് പെട്ടെന്നാവില്ല. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടും. കത്രിക ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് വേഗം കഴിയാറുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഏപ്രിനൊക്കെ കഴുകാട്ടിരിക്കുകയാണ്. അപ്പം ഞാനത് അവിടെ ഉണ്ടായിരുന്നൊരു മുണ്ടെടുത്തിട്ട് ഒരു ടർക്കി എടുത്ത് കെട്ടിയതാണ്. എന്താണെന്നോ എനിക്ക് ഇവിടെ ഇങ്ങനെ വെള്ളമാവണത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഇടുമ്പോൾ എനിക്കൊരു സേഫായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ കഴുകി നന്നായി കഴുകി. അപ്പോൾ ഈ മീൻ കഴുകുമ്പോൾ ഞങ്ങൾ ഫ്ലാറ്റാണ്, അധികം മണം ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ മീൻ കഴുകുമ്പോൾ ഞാൻ കുറച്ച് കുടംപുളിയും കൂടി ഇട്ടാൽ, ഉപ്പും കൂടി ഇട്ടിട്ട് കഴുകുമ്പോൾ തീരെ മണം വരില്ല. ചാളയ്ക്ക് പ്രത്യേകിച്ചൊരു മണം ഉണ്ടാവില്ല. അതില്ലാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഞാൻ ചാളയൊക്കെ കഴുകി നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ പാലക്ക് ചീര കിട്ടി. പാലക്ക് ചീര എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ബാംഗ്ലൂരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കഴിച്ചിരുന്ന ഒരു സാധനമാണ്. ഇവിടെ അങ്ങനെ നമ്മൾ തൃശ്ശൂരൊക്കെ പോകുമ്പോഴാണ് കൂടുതലും കിട്ടാറ്. ഇവിടെയൊക്കെ അപൂർവേ കാണുള്ളൂ. അപ്പോൾ ഇതും പരിപ്പും കൂടി വെച്ച നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിങ്ങനെ വെക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ കറിക്ക് കുറച്ച് നമുക്ക് ഉള്ളി നന്നാക്കണ്ടേ. അപ്പോൾ കുറച്ച് ഉള്ളി, ഒരു 4 വെളുത്തുള്ളിയും കുറച്ച് അധികം ചുവപ്പുള്ളിയും പിന്നെ ഇഞ്ചിയും കൂടി ഞാൻ മുറിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. എൻ്റെ ഇത് കുഞ്ഞടുക്കളയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ കണ്ടോളോ. ഒരു ചെറിയൊരു അടുക്കളയാണ്, ഫ്ലാറ്റാണല്ലോ. അപ്പോൾ ചെറിയൊരു അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ആ അടുക്കളയിലാണ് ഉള്ള സ്ഥലം കുറച്ചായതുകൊണ്ടാണ് ഞാൻ കൂടുതലും കാണിക്കാതെ ഇരുന്നിടുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എഴുന്നേറ്റിട്ട് അധികം നേരമൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ വിരലും ഒരു കവർ ഇട്ടിട്ടാണ് ഞാൻ മുറിക്കുള്ളൂ. ഉള്ളിയൊക്കെ അരിയുമ്പോൾ എനിക്ക് പേടിയാണ്. എൻ്റെ വിരൽ മുറിയോ എന്നുള്ളൊരു പേടിയാണ്. ചിലരൊക്കെ ഇങ്ങനെ ശരിക്കും മുറിക്കുന്നത് കാണാം. അപ്പോൾ അതെനിക്ക് തോന്നുന്നു വിരൽ മുറിയുമോയെന്നു. പക്ഷേ ഞാൻ ഈ കവർ ഇട്ടിട്ട് തന്നെയാണ് ഇന്നും മുറിക്കാറ്. അപ്പോൾ അതേപോലെ കവർ ഇട്ടിട്ടാണ് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ അമ്പലത്തിലൊന്നും പോയില്ല. നേരെ രാവിലെ തന്നെ മീൻ കിട്ടിയപ്പോൾ ഞാനത് ശരിയാക്കായിരുന്നു. പിന്നെ മോനൊന്നും സ്കൂളില്ല. അപ്പോൾ മോൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ സലൂണിലാണെങ്കിൽ അവിടെ സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ അവർ നോക്കിക്കോളൂല്ലോ എന്നുള്ളതിൽ ഞാൻ ഈ മീൻകറി ഉണ്ടാക്കാനിരുന്നു. അവന് മീൻകറിയും ചോറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്കും ഇഷ്ടമാണ് മീൻകറി, ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചാള ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മീൻകറി ഒക്കെ വഴറ്റി അതിലേക്ക് മീനൊക്കെ ഇട്ടു കേട്ടോ. മീൻ